ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ബന്ദി മോചന ചർച്ച അതിവേഗം നടക്കുമെന്നും ഉടനെ തന്നെ 2 മാസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ തയ്യാറാകുമെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുന്നു. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറല്ല എന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതേസമയം ഇസ്രായേലിന് മേൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അത് ഇസ്രായേലിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. ആക്രമണം 114 ദിവസം പിന്നിടുമ്പോഴും ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ തൊടാനാവാതെ ഇസ്രായേൽ. യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായും തകർക്കണമെന്നായിരുന്നു. എന്നാൽ തുരങ്കങ്ങളിൽ 80% ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് ഇസ്രായേൽ US വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഇസ്രായേലിന് തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങൾ തന്നെയാണ്. ആശുപത്രികളിലടക്കം ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ ന്യായീകരിച്ച് അടിയിൽ തുരങ്കങ്ങളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഗസയിലെ ആശുപത്രികളെല്ലാം ആക്രമിച്ച് തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മാസം ആദ്യവും കഴിഞ്ഞ ആഴ്ചയും 2 തവണകളായി ഇസ്രായേൽ കണ്ടുപിടിച്ചിട്ടുള്ള തുരങ്കങ്ങളുടെ വമ്പൻ ശൃംഖലകൾ അവർ പുറത്തുവിട്ടിരുന്നു. എന്നാലും തുരങ്കങ്ങളെ പോലും തൊടാൻ സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന്റെ 80% ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആക്ഷേപം ഇപ്പോഴും ഉയരുകയാണ്. അൽ-ഷിഫ ആശുപത്രിക്കടിയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണ് എന്ന് മുൻ പ്രധാനമന്ത്രി യഹൂബ് ബറാക്ക് വെളിപ്പെടുത്തിയതോടുകൂടി ആ വാദം പൊളിയുകയായിരുന്നു. ഗസയ്ക്കടിയിൽ 300 മൈൽ അധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണ് എന്നും ഇസ്രായേൽ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രായേൽ കണ്ടെത്തിയ തുരങ്കങ്ങൾക്കകത്തായിരുന്നു ബന്ദികളെ അവർ പാർപ്പിച്ചിരുന്നത് എന്നത് തെളിവ് സഹിതമാണ് പുറത്തുവിട്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ബന്ദികൾ മോചിതരാവുകയും അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വരച്ച ചിത്രവും ഇവർക്ക് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇസ്രായേലിന്റെ ആക്രമണം മനസ്സിലാക്കി അവർ ഓരോ നിമിഷവും മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ഹമാസ് മാറിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രായേൽ നോക്കുന്നുമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് വെള്ളം അടിച്ചുകയറ്റി പ്രളയ സമാന സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. വ്യോമാക്രമണം, ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചിരുന്നു. തുരങ്കങ്ങളുടെ പ്രവേശന കവാടം കണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചു. എന്നിട്ടും തുരങ്കങ്ങൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ ഒരു പ്രാഥമിക ധാരണ പോലും ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് വരുമ്പോഴും ഇതെല്ലാം ഉപയോഗിച്ച് കഴിയുന്നത്രയും വേഗത്തിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകും. ഈ തകർക്കുന്ന റിപ്പോർട്ടുകളൊന്നും മുഖവലിക്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ. ഗസ യുദ്ധത്തിന്റെ വഴിത്തിരിവെന്നോളം ജോർദാൻ സിറിയ അതിർത്തിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 30-ലേറെ പേർക്ക് പരിക്കേറ്റതായും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.